ഹായ്! ഇന്നൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളിതാ മെഡിസിറ്റിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പല്ല് വേദനയൊന്നും പറയാൻ പറ്റത്തില്ല. പല്ല് കിളിക്കുന്നതിനും ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് കാണിക്കേണ്ട ഒരു അവസ്ഥ ആദ്യമായിട്ടുള്ളതാണ് കേട്ടോ. ഇതിന് മുന്നേ പല്ല് കിളിക്കുമ്പോഴും എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ വേദന ഉണ്ടെങ്കിലും വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ 3 ദിവസമായിട്ട് ഉറക്കം പോലും ഇല്ല. ആ വേദന കൊണ്ട് എനിക്ക് ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. ഈ ഒരു സൈഡ് ഫുള്ള് വേദനയായി, ചെവിക്ക് വേദനയായി, പല്ലിൻ്റെ ആ ഒരു സൈഡ് മൊത്തം വേദനയായി. അങ്ങനെ മൊത്തത്തിൽ ഒരു വേദന ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ പല്ലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അവർ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അഴുക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഴുക്കിരുന്നാലും നമുക്ക് ഇതുകൊണ്ട് മോണയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോയി ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. കാരണം അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഉടനെ കൊണ്ടുപോയി ചെയ്യണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിറ്റേ ദിവസം വന്ന് ചെയ്യാമെന്ന് കരുതിയിരിക്കുകയാണ്. പിന്നെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ എക്സ്റേക്ക് അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ മോണ നമ്മൾ കീറി വിട്ടില്ലെങ്കിൽ ഇനിയും കൂടിക്കൊണ്ടിരിക്കും വേദന, ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ ആൻറ്റിബയോട്ടിക് എടുക്കാതെ നിൽക്കില്ല. അപ്പോൾ കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് കഴിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഡോസ് കുറഞ്ഞ മരുന്ന് എനിക്ക് തന്നിട്ടുണ്ട്. ഇത് കഴിച്ചിട്ട് പിന്നെ നമുക്കിനി കീറേണ്ട ഒരു ഡേറ്റ് ഇട്ട് തന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പം നമുക്കിവിടെ അടുത്ത് മാളുണ്ടായിട്ട് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് മാളിലൊന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് കയറിയിട്ട് നേരെ ചെന്നത് ഫുഡ് കോർട്ടിലായിരുന്നേ. അങ്ങനെ അവിടുന്ന് ഒരു ഷവർമ്മ മേടിച്ചു കേട്ടോ. പല്ല് വേദനയാണെങ്കിൽ എന്താ തിന്നുന്നതിനൊരു കുറവില്ലെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക. എന്ത് കഴിക്കണം നോക്കി ഇരുന്നിട്ട് ഞങ്ങൾ ഷവർമ്മയായിട്ട് മേടിച്ച്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാണ്ടാണ് ഇറങ്ങിയത്. എന്നിട്ട് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. എനിക്ക് പല്ല് വേദന കൊണ്ട് എനിക്കത് കഴിക്കാൻ വയ്യ കേട്ടോ. പക്ഷേ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഷവർമ്മ. അതുകൊണ്ട് എൻ്റെ വേദനകളൊക്കെ ഞാൻ കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് ഞാനത് ഫുള്ള് കഴിച്ചു. വാ തുറക്കാൻ പോലും വയ്യ, അത് സത്യം. എന്നാലും ശരി തന്നെ, അത് ഞാൻ ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സമയത്തൊക്കെ എൻ്റെ ഋതുട്ടൻ എന്നെ കൂടുതലായിട്ട് ഞങ്ങളെ മനസ്സിലാക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കുമ്പോൾ അവൾ കുറച്ച് വയലൻ്റ് ആവേണ്ടതാണ്. ഇപ്പം ഫുഡൊക്കെ കൊടുത്തു തുടങ്ങിയതുകൊണ്ട്. പക്ഷേ ഇപ്പോഴും അവൾ നമുക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അവിടെ ചെന്നിട്ട് ബഹളവും ഒന്നും വെച്ചില്ല. ഞങ്ങൾ കഴിക്കുന്നവരെ അവൾ അനങ്ങാതെയൊക്കെ ഇരുന്നു. ഇടയ്ക്കൊക്കെ ഒന്ന് ചെറിയ തട്ടലും മുട്ടലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചു. അവിടുന്ന് പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി കേട്ടോ. അവിടെ വന്നിട്ട് ഈ ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ നല്ല ഭംഗിയുണ്ട്, ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ ടോയ്സൊക്കെ കുറേ ഇരിപ്പുണ്ട്. ഈ ടെഡി പോലത്തെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ വാങ്ങിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ഋതുട്ടന് അവളുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും ഈ ഒരു സാധനം വാങ്ങിച്ച് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിനകത്ത് പെട്ടെന്ന് പൊടികളൊക്കെ കയറി പിടിക്കും, കുഞ്ഞുങ്ങൾ വായിലൊക്കെ വെച്ച് കടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവർക്ക് അലർജി ഉണ്ടാവും, അങ്ങനെ അഴുക്കൊക്കെ ഉള്ളിൽ പോകും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ച് കൊടുക്കരുത് കേട്ടോ. ഞാനതുകൊണ്ട് വാങ്ങിച്ചില്ല. അങ്ങനെ പിന്നെ വേറെയും ടോയ്സൊക്കെ അവിടെ കിടന്ന സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് നോക്കിയൊക്കെ ചെയ്ത് ഋതുവിന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഋതുവാണെങ്കിൽ ആ കാലെങ്ങനെയെങ്കിലും വായിൽ വെച്ച് കടിക്കാനുള്ള പരിപാടിയാണ് അവൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവളുടെ കാലിൽ കിടക്കുന്ന ഷോക്സിന് അതൊരു സ്പോഞ്ച് പോലെ ഉണ്ട്, അത് വായിൽ വെച്ച് ചപ്പി ഇരിക്കുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ അവൾ കടിക്കാതിരിക്കാൻ മാക്സിമം നോക്കുന്നുണ്ട്. പക്ഷേ ഇവളത് സമ്മതിക്കുന്നില്ല. അത് നനച്ച് കുഴച്ചൊരു പരുവാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമുക്കിവിടെ കൊതു നല്ല ശല്യമാണ്. അതുകൊണ്ട് ഒരു ബാറ്റ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് കൊതുകിനെ അടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് 2-3 കുക്കർ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. റേറ്റൊക്കെ നോക്കിയതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു പാനൊക്കെ കണ്ടോ, അടിപൊളി, എന്ത് ഭംഗിയാണ്. നല്ല റേറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഋതുവിന് സ്പൂൺ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടാട്ടോ മെയിനായിട്ട് ഞാൻ ഇങ്ങോട്ട് കയറിയത്. ഇവിടെയെങ്കിലും ഉണ്ടെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ചെറുത് പക്ഷേ ഉണ്ട്, പക്ഷെ 6 എണ്ണം വെച്ചിട്ട് സെറ്റായിട്ട് വേണം വാങ്ങിക്കാൻ. അതുകൊണ്ട് നമ്മൾ സെറ്റായിട്ട് വാങ്ങിച്ചില്ല. അതും സെറ്റായിട്ട് വാങ്ങിക്കുന്നതിന് നല്ല റേറ്റും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ചില്ല, അതവിടെ വെച്ചു. പിന്നെ ചില സാധനങ്ങൾ നമുക്കിങ്ങനെ ആകാംക്ഷയോടെ എടുത്ത് നോക്കും. റേറ്റ് കാണുമ്പോൾ നമുക്കറിയാതെ നമ്മുടെ കണ്ണ് തെള്ളും. അങ്ങനെ ഒരു സംഭവമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നല്ല റേറ്റുള്ള സംഭവങ്ങളൊന്നും എനിക്ക് വാങ്ങിക്കാൻ അങ്ങോട്ട് തോന്നാറില്ല. അതെന്താണെന്ന് അറിയത്തില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ, അത് വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഋതുവിനെ കുറച്ച് നേരം ആ ഒരു ട്രോളിക്കകത്ത് ഇരുത്തി ഞങ്ങളൊന്ന് തെള്ളിക്കൊണ്ട് നടക്കുകയായിരുന്നേ. അങ്ങനെ അവിടുന്ന് അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങളങ്ങനെ താഴോട്ട് വന്നു. അപ്പോഴേക്കും ഋതു കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഋതുവിനാണെങ്കിൽ ഉറക്കം വന്നാലോ വിശന്നാലോ കരച്ചിലാണ് നിർബന്ധം. ആദ്യം കരയും കേട്ടോ. ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ചെയ്ത് കൊടുത്തിരിക്കണം. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ പിന്നെ കരയാനൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ ആ ഋതുവിനെ എടുത്തു. ട്രോളിക്കകത്തിരുന്നെയാണ് എടുത്തിട്ട് അവളെ ബാഗിനകത്താക്കി തിരിച്ച് ഞാൻ കിടത്തി. അപ്പോഴത്തേക്ക് ഇങ്ങനെ ആട്ടിയപ്പോഴത്തേക്ക് ആളങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ക്യാരിങ് ബാഗ് ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാടോ. നമുക്ക് ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ
ഒക്കെ ഉണ്ട് പോകുന്ന സമയത്തൊക്കെ വേറെ ആരും കുഞ്ഞിനെ മാറി മാറി എടുക്കാനൊന്നും ആരും ഇല്ലെങ്കിലും നമുക്ക് സേഫായിട്ട് കുഞ്ഞിനെ കൊണ്ട് നടക്കുകയും ഓരോ സാധനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ഇരുത്തുവാണെങ്കിൽ അവർ ആ ഒരു കാഴ്ചകളെ കണ്ടിങ്ങനെ അനങ്ങാതെ ഇരുന്നോളും. അതെല്ലാം ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ നെഞ്ചത്തോട് ചേർത്തിരിക്കുവാണെങ്കിൽ അവർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. തലയുടെ ഭാഗത്ത് ചെറുതായിട്ടും സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഇതാ പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് നമ്മൾ വെജിറ്റബിളിൻ്റെ സൈഡിലോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് എന്തൊക്കെ എടുക്കണമെന്നൊക്കെ എനിക്കിങ്ങനെ ആലോചിച്ച് എന്തൊക്കെയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഋതുവിന് വേണ്ടുന്ന ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആണെങ്കിൽ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. മീനും ചിക്കനും ബീഫും അങ്ങനെ എല്ലാ ഐറ്റംസും. പക്ഷെ ഞങ്ങൾ മീനൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അതേ നേരം എനിക്ക് നിൽക്കാൻ വയ്യായിരുന്നു. അങ്ങനെ പിന്നെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ബില്ലടിച്ചിറങ്ങി. ഈ ചേച്ചിയാണെങ്കിൽ ഒരു പാവം ചേച്ചി കേട്ടോ. ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോയ സമയത്ത് കറങ്ങി വേണം പോവാൻ, പക്ഷേ കുഞ്ഞിന് കാല് വയ്യാത്തതുകൊണ്ട് ഇതിലെ പൊക്കോ മോളെ എന്ന് പറഞ്ഞിട്ട് അതിലെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ ഇറങ്ങി വന്നിട്ടും ഋതുവിട്ട് നല്ല ഉറക്കമാണ് കേട്ടോ. ആൾക്ക് ഉറക്കം അത്ര നിന്നുകൊണ്ടാണ് ആൾ കരഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടുന്ന് ഞാൻ കയറി പോകുന്നതിന് മുന്നേ ആൾക്ക് ഫീഡ് ചെയ്തതാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ഫീഡ് ചെയ്തതും ഇല്ല. ആൾ അനങ്ങാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആളൊന്ന് കരഞ്ഞപ്പോൾ ഞാൻ കരുതി വിശന്നിട്ടായിരിക്കുമെന്ന്, പക്ഷേ ഉറക്കം വന്നിട്ടായിരുന്നു കേട്ടോ. ഫീഡ് ചെയ്യണമെങ്കിൽ തന്നെ പിന്നെ നമ്മൾ വീണ്ടും 3rd ഫ്ലോറിലെങ്ങാണ്ട് പോകണമായിരുന്നു. ഫുഡ് കോർട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഫീഡ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല. ഞങ്ങൾ പെട്ടെന്ന് സാധനം വാങ്ങിച്ചിങ്ങനെ ഇറങ്ങിയതാണ്. അതിന്റെ തന്നെ ടേസ്റ്റ് അല്ലേ, ഭയങ്കര പുളിയും മധുരവും എല്ലാം ഉണ്ട്. ആ തുറക്കുമ്പോൾ അതിന്റെ മണം തന്നെ. പിന്നെന്താ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി എന്നിട്ട് സൈഡിലോട്ട് വണ്ടി നിർത്തിയിട്ടേ മാതുള ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അങ്ങനെ അത് ഞങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുടിച്ചു കേട്ടോ. വേറെ വെള്ളം കുടിക്കാൻ അങ്ങ് ദാഹിച്ചിട്ട് പോയായിരുന്നു. പിന്നെ അത് കുടിച്ചു. എന്നിട്ട് പിന്നെ നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടാളും ക്ഷീണിച്ചൊരു അവശതയായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മോളെ കൊണ്ടുവന്ന് കിടത്തിയതിന് ശേഷം പിന്നെ ഞാൻ പിന്നെ തുണിയൊക്കെ പറക്കേണ്ടി വന്നു. ഞാൻ കഴുകിയിട്ടിട്ട് ഒന്നും പറക്കാണ്ടാണ് പോയത്. അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ടൊന്ന് ഇട്ടിട്ട് പിന്നെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷായിട്ട് പിന്നെ ഋതുവിന് ഫുഡൊക്കെ കൊടുത്തു. ഋതുവിനെ പെട്ടെന്ന് കൊണ്ടുപോയി കുളിപ്പിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നതല്ലേ, അതുകൊണ്ട് കുളിപ്പിച്ച് ഫുഡ് കൊടുത്തിട്ട് അവളൊരു സൈഡിലോട്ട് ഇരുത്തി. ഇനി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾ 2 സാൻഡ്വിച്ച് അവിടുന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് രാത്രി ചെന്നിട്ട് ഇന്ന് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞു. കുറച്ച് വെച്ച് വാങ്ങാം. എങ്ങനുണ്ട്? സത്യം പറയാമല്ലേ, ഒരു സാധനം ഒരു ഗുണവും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് ഒരു ടേസ്റ്റും തോന്നിയില്ല. കാരണം ഇതിൻ്റെ അകത്ത് ബ്രോസ്റ്റഡ് ആണ് ഇരിക്കുന്നത് പീസ്. പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ടേസ്റ്റായിട്ട് ഒന്നും തോന്നിയതുമില്ല. ഞങ്ങൾക്ക് രണ്ടേനും അത്ര ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. വാങ്ങിക്കേണ്ടായിരുന്നു. എനിക്ക് ഒന്നാമതേ പല്ലുവേദനയായിട്ട് ഇത് ഒട്ടും കഴിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഈ ഒരു മിൽക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അമൂലിൻ്റെ കേട്ടോ. ഇത് നമ്മൾ ചൂടാക്കിയ ഒന്നും വേണ്ട, ഡയറക്റ്റ് അങ്ങനെ കുടിക്കാൻ പറ്റും കേട്ടോ. ഇത് സംഗീ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അവിടെ കണ്ടപ്പോൾ അത് വാങ്ങിച്ചതാണ്. എങ്ങനെയുണ്ടെന്ന്. അവൾ ഇതാട്ടോ മേടിക്കുന്നത്. അവിടെ അവർക്ക് ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ ഇത് നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന സാധനമാണ്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് തീർക്കണം കേട്ടോ. അല്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഇതാ കുറച്ച് കഴിച്ചിട്ട് ബാക്കി ഞാൻ കുഞ്ഞിന് കൊടുത്തു. എനിക്ക് പിന്നെ കഴിക്കാൻ വയ്യായിരുന്നു. അപ്പോൾ ഇത്രയും ടാറ്റ.